പ്രിയമുള്ളവരെ, വചനജ്വാല 1475 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 14 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ 10-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഭരണാധിപൻ. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിജനം, രാജാവിനെ പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. അഹങ്കാരം. എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് വിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ബഹുമാന്യൻ. ഏത് വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ? കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ. സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തൻ്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാനെ അതിൽ പരാതിയില്ല. വിനയം. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർത്ഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സ് നടിക്കരുത്.
അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക, നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം. സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം. ദൈവത്തിന്റെ തിരുവചനമാണ് ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളായി ആഘോഷിക്കുന്നു. 335 മുതൽ ജെറൂസലേമിലും 5ഉം 6ഉം നൂറ്റാണ്ട് മുതൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടി തുടങ്ങി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ഒരു ദർശനമാണ് ഈ തിരുനാളിനുള്ള ഒരു കാരണം. 326 ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശു കണ്ടുപിടിച്ചതും തിരുനാളിന്റെ പ്രചാരണത്തിന് കാരണമായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രബലനായ മാക്സൈനിയൂസ് രാജാവിന്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല. രാത്രി ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി. ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും. ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചക്രവർത്തി ദർശിച്ച അടയാളം പതാകയിൽ ചേർക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചെയ്തു. യുദ്ധത്തിൽ വിജയം വരിച്ചു. താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരം ചെയ്തു. അതാണ് 313 പ്രസിദ്ധമായ മിലാൻ വിളംബരം. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സഭയിൽ സാർവത്രികമായത് ഹൈറാക്ലിയൂസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോറസിനെ 3 പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിന്റെ തിരുശേഷിപ്പ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിനു ശേഷമാണ്. 614 പേർഷ്യൻ രാജാവ് ജെറൂസലേം പിടിച്ചടക്കി. അവിടെ ഹെലേന രാജ്ഞി വെച്ചിരുന്ന കുരിശിന്റെ തിരുശേഷിപ്പ് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുകയുണ്ടായി. 629 സെപ്റ്റംബർ 14 ജെറൂസലേമിൽ തിരുശേഷിപ്പ് പുനഃസ്ഥാപിച്ചു. അന്നു മുതൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസയിൽ ആഗമനം കൊണ്ടാടാൻ തുടങ്ങി. പ്രിയരെ, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാറ്റിനെയും ഞാൻ എൻ്റെ പക്കലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:13 പറയുന്ന വാക്യമാണ്. എന്ന ദിവ്യ ഗുരുവിന്റെ വാക്കുകൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. പ്രിയരെ, എല്ലാവർക്കും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.